അസ്സലാമലൈക്കും. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ഈരാറ്റുപേട്ടയിലുണ്ടായ മഹാപ്രളയം, ആ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സത്യത്തില് ഈരാറ്റുപേട്ടയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ടീം എമർജൻസി, ടീം നന്മക്കൂട്ടം, അതുപോലെ റെസ്ക്യൂ ഫോഴ്സ്, ഈ മൂന്ന് സംഘങ്ങളും ഇവിടെ ഊണും ഉറക്കവും ഒഴിച്ച് ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പണിയെടുത്തത്. ഓരോ വീടുകളിൽ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ്. ഞങ്ങൾ മരിച്ചിട്ട് ജീവിച്ചവരാണെന്ന് പറയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ ചുറ്റുപാടും എല്ലാം മരണവുമായിട്ട് മുഖാമുഖം കണ്ടു. ഞാൻ ഇപ്പൊ ജീവിക്കുന്നത് ഈ പിള്ളേരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞിട്ട് കരയുന്ന എത്ര കുടുംബങ്ങളാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. അതൊക്കെ സത്യത്തിൽ ഞാനിപ്പോ വന്നത് തന്നെ ഈരാറ്റുപേട്ടയിലെ ഈ ടീം എമർജൻസി, ടീം നന്മക്കൂട്ടം, റെസ്ക്യൂ ഫോഴ്സ്, ഈ മൂന്ന് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനല്ല, അവർക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ആലോചിച്ച് ഇന്ന് ഞാൻ കോട്ടയത്തായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ നേതാക്കന്മാരായിട്ട് സംസാരിക്കുമ്പോൾ അവരൊന്ന് ആദരിക്കുന്ന കാര്യം സംസാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെ സംസാരിച്ച് വന്ന എനിക്ക് വഴിക്ക് ഒരു കോൾ വന്നു. ദുബൈയിൽ നിന്ന് പ്രിയപ്പെട്ട ഒരു സഹോദരൻ, എല്ലാ മാസവും അദ്ദേഹം നമ്മുടെ സംഘടനകളെ സഹായിക്കുന്നയാളാണ്. ഈ കുട്ടികൾക്ക് കൊടുക്കാൻ, അഥവാ ഈ അധ്വാനിച്ച ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസന്റേഷന് ഒരു വലിയ സംഖ്യ അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ നിന്ന് കൊടുത്തു വിട്ടു. സത്യത്തില് ഒരു വലിയ 50 പേർക്ക് 50 കിറ്റ് കൊടുക്കാൻ പര്യാപ്തമായ നിലയിലാണ് അദ്ദേഹം അത് അറേഞ്ച് ചെയ്തത്. ഒരു ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ഇവരെല്ലായിടത്തും കിടന്ന് എല്ല് മുറിയെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഇവരുടെ വീട്ടുകാര്യങ്ങളിലൊക്കെ ഈ സ്വയം പര്യാപ്തതയുള്ളവർ ഇവരിൽ വളരെ അപൂർവമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടുന്നവരൊക്കെയാണ്. എങ്കിൽ പോലും അവരുടെ സ്വന്തം വേദനകളും വിഷമങ്ങളും ഒക്കെ മറച്ചു പിടിച്ച് ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അവർക്കൊരു സഹായം ചെയ്യാൻ ഒരു സഹോദരൻ തയ്യാറായപ്പോ എനിക്കതിൽ ഏറെ സന്തോഷവും അഭിമാനവും തോന്നി. ഞാനത് ചിന്തിച്ചു വരുമ്പോഴാണ് അത് പറയുന്നത്. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ, നമ്മുടെ ഈ മൂന്ന് സംഘങ്ങളും നമ്മുടെ നാടിന്റെ ജീവനും അഭിമാനവും രക്ഷിച്ചവരാണ്. അവരെ കൊണ്ടാണ് ഈരാറ്റുപേട്ടയിൽ മാത്രം ഇതേപോലെ പ്രളയം ഉണ്ടായ റാന്നിയിൽ പോയാൽ അവിടെ നമുക്ക് ഇതുപോലെ ഒരു സംഘത്തെ കാണാനില്ല. 3416 ആളുകൾ അവിടെ ക്യാമ്പുകളില്ല. ഈരാറ്റുപേട്ട എന്താ ഒരു ക്യാമ്പും വരാഞ്ഞത്? ഒരു ക്യാമ്പ് പോലും ഈരാറ്റുപേട്ട ഇല്ലല്ലോ. ക്യാമ്പിലേക്ക് വിളിച്ചിട്ട് പലരും വേണ്ട, ഞാൻ അങ്ങോട്ട് പൊക്കോളാം, ഇങ്ങോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞാൽ അയൽവാസികൾ പരസ്പരം സഹായിക്കുന്നു, ബന്ധുമിത്രാദികൾ സഹായിക്കുന്നു. ആരും ഒറ്റപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. ഈ പാരസ്പര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഈ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല. ഈ മൂന്ന് സംഘങ്ങളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പെരുമാറി, അവര് ചെയ്യട്ടെ, നമ്മൾ ചെയ്യട്ടെ, ഈ ഒരു ചിന്തയില്ലാതെ ഒരു കുടുംബത്തിലെ ആളുകൾ എങ്ങനെ ഇടപെടുന്നു അതുപോലെ ഇവരൊരു കുടുംബമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു കുടുംബത്തെ പോലെ പെരുമാറിയപ്പോ അതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി. അള്ളാഹുത്താല ഇവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇവരുടെയും കുടുംബത്തിനും അള്ളാഹുത്താല എല്ലാ ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ചെയർമാൻ ഈരാറ്റുപേട്ടയിൽ ഊണും ഉറക്കവും ഇല്ലാതെ ഇവരോടൊപ്പം എല്ലാ കാര്യങ്ങളും നിന്നു. ഇന്ന് അതൊക്കെ ഞങ്ങൾ കോട്ടയത്ത് ചർച്ച ചെയ്തു. ചെയർമാനൊക്കെ നിറഞ്ഞു നിന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിരിക്കാം, ഡ്രസ്സ് പോലും മാറാതെയാണ് നടന്നത്. ഞങ്ങളാ കാര്യമൊന്നും അവിടെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ ഒന്നിച്ച് നിന്നപ്പോ സംഘടനാ വ്യത്യാസമില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല, സന്നദ്ധ പ്രവർത്തകരുടെ വ്യത്യാസമില്ല. അപ്പൊ എല്ലാരും കൂടി നിന്നപ്പോ അതിന് ഒരു വലിയ മാറ്റ് അള്ളാഹുത്താല തന്നു, വലിയ വിജയവും തന്നു. അള്ളാഹുത്താല ഈ ഒരു വലിയ ബന്ധം നിലനിർത്തി തരുമാറാവട്ടെ. ഐക്യം മുറുകെ പിടിച്ചുകൊണ്ട് സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ജാതി മത ഭേദമന്യേ കഷ്ടപ്പെടുന്നവരെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനകൾക്ക് അള്ളാഹു കരുത്തും ശക്തിയും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, എന്നോടൊപ്പം ഇപ്പോഴുള്ളത് ടീം എമർജൻസിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഷ്റഫുദ്ദീൻ, ടീം റെസ്ക്യൂ ഫോഴ്സിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നൌഷാദും, ടീം നന്മക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാജി KKPയുമാണ്. ഞാൻ ഇവരെ 3 പേരെയും നിർത്തി ഒരു കാര്യം സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഇതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ പൊടുന്നനെ വന്ന മഴക്കെടുതി, വെള്ളപ്പൊക്കം ഈ നാട്ടിലെ 700-ലധികം വീടുകളിലും ഏതാണ്ട് 400-ലധികം കടകളിലും സ്ഥാപനങ്ങളിലുമായി വെള്ളം കയറി ആളുകൾ വലിയ പ്രയാസപ്പെട്ടു നിന്ന ഒരു സാഹചര്യം. അർദ്ധരാത്രി 12 മണിക്കാണ് വെള്ളം കയറിയത്. ആ സമയത്ത് എല്ലാവരും സത്യത്തിൽ ഉറക്കത്തിലായിരുന്നു.
പക്ഷെ അവിടെ രക്ഷകരായി എത്തിയത് ഇന്ന് പല മസ്ജിദുകളിലും വന്ന പ്രഭാഷണത്തിൽ ഞാൻ നേരിട്ട് കേട്ടു. അവിടെ രക്ഷകരായി വന്നത് ഈ 3 റെസ്ക്യൂ ടീമിന്റെയും ഭാരവാഹികൾ പ്രവർത്തകരാണ്. അവരവരുടെ കൈവശമുള്ള ടൂൾസുകൾ എടുത്ത്, അത് ട്യൂബ് ആയിക്കോട്ടെ ബോട്ട് ആയിക്കോട്ടെ, പരിമിതമായിട്ടുള്ള ടൂൾസ് എടുത്തുകൊണ്ട് അവരെ നൂറുകണക്കിന് ആളുകളുടെ രക്ഷകരായി അവിടെ എത്തി എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ഒരു ടീം അംഗങ്ങളുടെ ഇവരുടെ പ്രവർത്തനം, ആ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലായിരുന്നെങ്കിൽ, പറയാൻ പാടില്ലെങ്കിൽ പോലും ഇവിടെ വലിയ ആപത്തുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. സമയോചിതമായ ഒരു ഇടപെടൽ ഈ 3 റെസ്ക്യൂ ടീം അംഗങ്ങളുടെയും ഇവരുടെ കൂടെയുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാരുടെയും സമയോചിതമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ഈ നഗരസഭയുടെ ഭരണസമിതിയുടെ പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ, ഈരാറ്റുപേട്ട നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യവും അതാണ്. ഇവരുടെ ഇടപെടലിലൂടെ ഇവിടെ ഒരു മനുഷ്യനെ പോറൽ പോലും ഉണ്ടായില്ല. ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിലും വീടുകളിലുമായി വെള്ളം കയറി പൂർണ്ണമായി നാശനഷ്ടം സംഭവിച്ചപ്പോൾ അവിടെ ഒരു മനുഷ്യനും അപകടമുണ്ടാവാത്തത് ഇവരുടെ ഇടപെടൽ കൊണ്ടാണ്. തീർച്ചയായിട്ടും നഗരസഭയുടെ പേരിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും ഇവർക്ക് അർപ്പിക്കുകയാണ്. ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല, ജില്ലയിലും ജില്ലയ്ക്ക് വെളിയിലും സംസ്ഥാനത്തിന് വെളിയിൽ പോലും ഓരോ വിഷയങ്ങളിലും സമയോചിതമായി വിളി വന്നാലും വിളി വന്നില്ലെങ്കിലും ഓടിയെത്തുന്ന ആളുകളാണ് ഇവർ. ഇവരുടെ സ്തുത്യർഹമായ പ്രവർത്തനം ഇനിയും ഉണ്ടാവട്ടെ. ദൈവം ഇവരെ എല്ലാ നിലയിലും ആരോഗ്യവും നൽകി ദീർഘായുസ്സും നൽകി ഇവരുടെ ടീം അംഗങ്ങൾക്കെല്ലാം എല്ലാവിധ ഐശ്വര്യവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.